കാർവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കുഞ്ചല ഉണ്ടാക്കാം. ദാ 2 തുണിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു വെള്ള പീസും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം 4 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 4 ഭാഗവും അരിവ് അടിച്ചു കൊടുക്കണം. 4 ഭാഗവും ബോക്സ് പോലെ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം. 4 ഭാഗവും അടിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ. അതുപോലെ ബാക്കിയുള്ള പീസുകൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ പീസുകളും അതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് ഏറ്റവും മുകളിലുള്ള തുണി കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം 4 കോർണറും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വിടണം. കോർണറും കട്ട് ചെയ്ത തുണിയുടെ അകത്തെ തുണി പിടിച്ച് വലിച്ച് അകത്തു നിന്നും വെളിയിലേക്ക് തിരിച്ചിടണം. അത് നന്നായി തിരിച്ചിടാൻ വേണ്ടിയാണ് 4 ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഭാഗമെല്ലാം നമ്മൾ നന്നായിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കണം. നല്ല ബോക്സ് പോലെ ഇരിക്കാൻ വേണ്ടി ഒരു ഷാർപ്പായിട്ടുള്ള കത്രിക എടുത്ത് ഇങ്ങനെ കുത്തി നമുക്ക് പുറത്തേക്ക് എടുക്കാം. 4 ഭാഗവും ഇതുപോലെ കുത്തി പുറത്തേക്ക് എടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ കുത്തി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗവും പതിച്ചടിച്ച് കൊടുക്കണം. ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ. ഇവിടെ ഞാൻ 4 ഭാഗവും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പീസുകളും അടിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം. ഞാനിവിടെ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെ നടുഭാഗത്തൂടെ കട്ട് ചെയ്തിട്ട് ഒരു ത്രെഡ് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഒരു ലൂപ്പ് അകത്തൂടെ കയറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2ആയി മടക്കി അതിൻ്റെ നേരെ നടുഭാഗത്ത് നിന്നും ആ ത്രെഡ് കയറ്റിയ ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചെടുക്കണം. 2ആയി മടക്കി വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ അടിച്ചെടുക്കേണ്ടത്. 2ആയി മടക്കി വെച്ചിട്ട് നടുഭാഗത്ത് നിന്നുമാണ് നമ്മൾ കട്ടിട്ട് ആ ത്രെഡ് കയറ്റിയ ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നേരെ തിരിച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. അവിടെയും 2 ഭാഗത്തിൻ്റെ നടുഭാഗത്തു നിന്നും തയ്ച്ച് തുടങ്ങി നമ്മൾ ത്രെഡ് കയറ്റിയ ഭാഗത്തേക്ക് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് നേരെ 2ആയിട്ട് പിളർന്നെടുത്ത് അത് ഇങ്ങനെ തിരിച്ച് വീണ്ടും ത്രെഡ് നേരെ ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെയും 2 ഭാഗത്തിൻ്റെ നടുഭാഗത്തു നിന്നും ആ ത്രെഡ് കിടക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചു കൊടുത്ത് അതുപോലെ തന്നെ തിരിച്ച് വെച്ച് ആ ഭാഗത്തും നേരെ നടുഭാഗത്തൊരു മാർക്ക് കൊടുത്തതിന് ശേഷം അവിടെ നിന്നും ത്രെഡ് ഇട്ട ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കണം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നൂലെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്കിത് തിരിച്ചെടുക്കണം. ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ആ ത്രെഡിൽ പിടിച്ച് വലിച്ചാൽ നമ്മുടെ കുഞ്ചലം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ മുകളിലേക്ക് നമുക്കിനി കോർത്ത് കൊടുക്കണം. വീണ്ടും അടുത്ത തുണിയെടുത്ത് നടുക്ക് ഞാൻ കട്ട് ചെയ്ത് നേരെ നടുവ് കട്ട് ചെയ്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അങ്ങനെയല്ല അടിക്കേണ്ടത്. നമ്മൾ ആദ്യമേ എങ്ങനെയാണോ അടിച്ചത് നോക്കിക്കേ. ഈ നല്ല ഭാഗത്തു നിന്നും ത്രെഡ് നേരെ താഴേക്ക് ഇറക്കി അല്ല കട്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഇത് തിരിഞ്ഞു പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് ആ നല്ല ഭാഗം അകത്ത് വരത്തക്ക രീതി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ചീത്ത ഭാഗമാണ് നേരെ വരേണ്ടത്. ഇതിൻ്റെ നേരെ ചീത്ത ഭാഗം വെച്ച് ആ നടുഭാഗത്ത് 1 ഇഞ്ച് അടയാളപ്പെടുത്തി ആ 1 ഇഞ്ചിന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് വേണം നമ്മൾ വീണ്ടും ത്രെഡിലേക്ക് അടിക്കാൻ. ആദ്യം ചെയ്തതുപോലെ തന്നെ ആ മടക്കി വെച്ചതിൻ്റെ നേരെ നടുഭാഗത്തു നിന്നും അടിച്ച് ത്രെഡ് ഇട്ട ഭാഗത്തേക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം.
ഇങ്ങനെ ത്രെഡിട്ട ഭാഗത്തേക്ക് അടിച്ചു കൊടുത്തു. അതിനുശേഷം അത് നേരെ തിരിച്ച് വെച്ച് അവിടെയും അതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം. ദാ ത്രെഡിട്ട ഭാഗത്തേക്ക് അടിച്ച് അത് വീണ്ടും തിരിച്ച് വെച്ച് അവിടെയും രണ്ട് അറ്റത്തിൻ്റെയും നടുഭാഗത്ത് നിന്നും ത്രെഡിട്ട ഭാഗത്തേക്ക് അടിച്ചിറക്കി കൊടുത്തു. അതിനുശേഷം ത്രെഡ് നേരെ വലിച്ചെടുത്ത് അത് തിരിച്ച് വെച്ചതിന് ശേഷം മറുഭാഗം വീണ്ടും ദാ ഇങ്ങനെ അടിച്ച് ത്രെഡിട്ട ഭാഗത്തേക്ക് അടിച്ച് നമ്മൾ എടുക്കണം. ദാ ഇങ്ങനെ അടിച്ചെടുക്കണം. അത് തന്നെ തിരിച്ച് വെച്ചും അതിൻ്റെ നടുഭാഗത്ത് ഒരു മാർക്ക് കൊടുത്ത് അവിടെ നിന്നും ത്രെഡിട്ട ഭാഗത്തേക്ക് അടിച്ചെടുക്കണം. ദാ ഇവിടെ രണ്ടാമത്തെ ലൂപ്പും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കുഞ്ചലവും ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളതിനെ ത്രെഡെല്ലാം കട്ട് ചെയ്തിട്ട് ദാ നേരെ തിരിച്ചിടുമ്പോൾ ദാ കുഞ്ചലം റെഡിയായേക്കുന്നു. കണ്ടോ? അതുപോലെ ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ദാ വീണ്ടും തുണിയെടുത്ത് നടുഭാഗം കട്ട് ചെയ്ത തുണിയാണിത്. അത് വീണ്ടും നമ്മൾ ദാ ഇങ്ങനെ അകത്തൂടെ കയറ്റി ചീത്ത ഭാഗം വരത്തക്ക രീതിയിൽ പുറകോട്ട് മടക്കി വെച്ചേച്ച് 1 ഇഞ്ച് നീളത്തിൽ നമ്മൾ വെച്ചതിന് ശേഷം അതിങ്ങനെ തിരിച്ച് ആ മടക്കി വെച്ച ഭാഗത്തിൻ്റെ നടുഭാഗത്ത് ഒരു മാർക്ക് കൊടുത്ത് അവിടെ നിന്ന് താഴേക്ക് നമ്മൾ അടിച്ചെടുക്കണം. ദാ ഇങ്ങനെ അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് അത് നേരെ തിരിച്ച് വെച്ച് അവിടെയും 2 എഡ്ജിൻ്റെയും നടുഭാഗത്ത് നിന്നും താഴേക്ക് ദാ ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ തിരിച്ച് വെച്ചിട്ട് അടുത്ത ഭാഗവും നമ്മൾ ആ 2 ഭാഗത്തിൻ്റെ നടുഭാഗത്തൂടെ താഴേക്ക് ത്രെഡിട്ട ഭാഗത്തേക്ക് അടിച്ച് കൊടുക്കണം. ഇനി തിരിച്ച് വെച്ച് മറുഭാഗവും അതുപോലെ തന്നെ 2 എഡ്ജിൻ്റെ നടുഭാഗത്തൂടെ താഴേക്ക് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് നിൽക്കുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വലിച്ചെടുക്കണം. ഇവിടെ കുഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ബ്ലൗസിനോ ചുരിദാറിനോ നമ്മുടെ പാവാടയ്ക്കോ കുട്ടികൾക്കുള്ള പാവാടയ്ക്കോ ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ കുറേ കുഞ്ചലങ്ങൾ കോർത്തെടുത്താൽ നല്ല ഭംഗിയായിട്ട്